ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയ ഒരു മീഡിയമാണ്. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമകൾക്ക് നമ്മളെ പല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റും. പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ തോന്നിപ്പിക്കും. ചെറുപ്പത്തിൽ സ്പൈഡർമാനും സൂപ്പർമാനും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? സിനിമ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച, തോന്നിപ്പിച്ച കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ഒരുപാടുണ്ടാവും. ഇന്ന് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം പിടിക്കാം. സിനിമയിലെ ലൊക്കേഷനുകൾ. ഒരു സിനിമ കൊണ്ട് മാത്രം ഫേമസ് ആയ ചില ലൊക്കേഷനുകളുണ്ട്, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ വെച്ചൊരു സിനിമ ഇറങ്ങി എന്നതുകൊണ്ട് മാത്രം ആൾ ഓടിക്കൂടിയ ചില ലൊക്കേഷനുകൾ. അമ്മാതിരി ചില ലൊക്കേഷനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. മഞ്ഞുമൽ ബോയ്സ്, ഗുണ കേവ്. ഗുണ കേവിലെ ഇപ്പോഴത്തെ തിരക്ക് ഇൻസ്റ്റാ റീൽസിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയും ഒക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കൊടൈക്കനാലും ഗുണ കേവും ഒന്നും ഇപ്പൊ ഉണ്ടായ പുതിയ സ്ഥലങ്ങളല്ല. അത് കുറെ കാലമായി അവിടെ തന്നെ ഉണ്ട്. അന്നൊക്കെ അത്യാവശ്യം തിരക്കും അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ഈ കാണുന്ന നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും തിരക്ക് ഉണ്ടായത് യാരാണ്? ഒരൊറ്റ പേര്, മഞ്ഞുമൽ ബോയ്സ്. കമലഹാസൻ നായകനാകുന്ന സിനിമയ്ക്ക് ലൊക്കേഷൻ കാണാൻ കൊടൈക്കനാലിൽ എത്തിയതാണ് ഗുണ സിനിമയുടെ അണിയറ പ്രവർത്തകർ. കാട് പിടിച്ചു കിടന്ന ഈ കേവിനെ കുറിച്ച് ഒരു ടൂറിസ്റ്റ് ഗൈഡിൽ നിന്ന് പറഞ്ഞ ഗുണ സിനിമയുടെ അണിയറ പ്രവർത്തകർ വെറുതെ ലൊക്കേഷൻ കാണാൻ അങ്ങോട്ട് ചെന്ന് കണ്ടപ്പോ സംഭവം അവർക്ക് ബോധിച്ചു. അങ്ങനെ അവിടെ ഷൂട്ട് പ്ലാൻ ചെയ്തു. ഗുണ കേവിലോട്ടുള്ള ആ വഴിയൊക്കെ അന്ന് സിനിമാക്കാർ വെട്ടിത്തെളിച്ച വഴിയാണ്. ഗുണ സിനിമയും കൺമണി അൻപോട് എന്ന പാട്ടും ഹിറ്റായതോടുകൂടി ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെട്ടിരുന്ന ആ ഗുഹ ഗുണ കേവ് എന്നറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ 90കളിൽ ഗുണ കേവ് അന്വേഷിച്ച് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി തുടങ്ങി. അങ്ങനെ ഗുണ എന്ന സിനിമയിലൂടെ അത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഗുണ കേവിൽ ഇത്രയും തിരക്ക് വരാൻ കാരണം നമ്മുടെ ബോയ്സ് തന്നെയാണ്. ഗുണ കേവും സിനിമയുടെ കഥയ്ക്ക് കാരണമായ ഒറിജിനൽ ആൾക്കാരും ഒക്കെ യൂട്യൂബ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ചാർലി, മീശപ്പുലിമല. ചാർലി സിനിമയിലെ ദുൽഖർ സൽമാൻ ആളൊരു ട്രിപ്പറാണ്. ടിപ്പറല്ല, ട്രിപ്പർ. പുള്ളി കൃത്യമായി ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കുന്നില്ല. കറക്കം തന്നെ കറക്കം, ലൈഫ് തന്നെ കറക്കമാണ്. സോ പുള്ളിക്ക് കിടിലൻ സ്പോട്ടുകളെ കുറിച്ചും മനുഷ്യർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ചുമെല്ലാം നല്ല ധാരണയുണ്ട്. സിനിമയിലെ അപർണ ഗോപിനാഥ് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ആക്സിഡന്റലി ആയിട്ടാണെങ്കിലും ദുൽഖർ അത് തടയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ദുൽഖർ അവളോട് പറയുന്നത് അപർണയുടെ ക്യാരക്ടറിന് മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലേക്കും കുറച്ച് മോട്ടിവേഷൻ ലഭിക്കുന്ന ചില കാര്യങ്ങളാണ്. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം അടിച്ചിട്ടുണ്ട്. മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണോ വന്നതെന്ന് മൂപ്പര് ചോദിക്കില്ലേ? നമുക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ മൂപ്പര് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതിലെ ആ മീശപ്പുലിമല ഡയലോഗ് മലയാളികൾ അങ്ങ് ഏറ്റെടുത്തു. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കാണാൻ ആൾക്കാരുടെ തിരക്കായി. പിന്നെ ഇടുക്കിയിലെ തന്നെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസും ചാർലി കാരണം ആള് കൂടിയ മറ്റൊരു സ്ഥലമാണ്. കുമ്പളങ്ങി നൈറ്റ്സ്, കവര്. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്യാം പുഷ്കരന് കുമ്പളങ്ങിയിലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ പല വൈകുന്നേരങ്ങളിലും ശ്യാം അവിടെ ചെല്ലും. അങ്ങനെയാണ് പുള്ളി കുമ്പളങ്ങിക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് കുമ്പളങ്ങിയിലെ രാത്രികൾക്ക്. അങ്ങനെ പുള്ളി കുമ്പളങ്ങിയെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെ ആക്കിയിട്ട് ഒരു സിനിമ അങ്ങോട്ട് എഴുതി. ആ സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കുമ്പളങ്ങിയിൽ ആൾക്കാരുടെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ ചിലരെങ്കിലും ഇപ്പൊ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിന് കാരണം അവിടെ ഇപ്പോ കവര് സീസണാണ്. സിനിമയില് ഷെയ്ൻ ഭാസിയോട് കവരടിച്ച് കിടക്കുന്നത് കൊണ്ടേ കാണിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. കവരടിച്ച് കിടക്കണ്ട് കൊണ്ടേ കാണിക്കാൻ പാടില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് ഭാസിയും ഗേൾഫ്രണ്ടും തോണിയിൽ കവര് കാണാൻ പോകുന്നതാണ്. കുമ്പളങ്ങിയിലെ കവര് ഇത്രയും പോപ്പുലർ ആക്കിയത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയാണ്. ഇപ്പോ കവര് കാണാൻ പോകുന്നവരുടെയൊക്കെ റീലില് ഷെയ്ൻ നിഗമിന്റെ ആ ഡയലോഗ് നിർബന്ധമാണ്. അരവിന്ദന്റെ അതിഥികൾ, കുടജാദ്രി, മൂകാംബിക. സിനിമാറ്റോഗ്രാഫറും കണ്ണൂർ സ്ക്വാഡിന്റെ ഡയറക്ടറുമായ റോബി വർഗീസ് രാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളിക്ക് വന്ന സിനിമയായിരുന്നു അരവിന്ദന്റെ അതിഥികൾ. പക്ഷേ പുള്ളി അന്ന് ആ കഥയിൽ അത്ര ഇംപ്രസ്ഡ് അല്ലായിരുന്നത് കൊണ്ട് അന്ന് അദ്ദേഹം ആ സിനിമ ചെയ്തില്ല. സിനിമ ഇറങ്ങി കണ്ട ശേഷം റോബി തന്നെ ആ സിനിമയെ കുറിച്ച് പറഞ്ഞത് വളരെ സിമ്പിൾ ആയ ഒരു കഥ
മ്യൂസിക് എല്ലാം കൂടി ആഡ് ചെയ്ത് ഇങ്ങനെ വന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി എന്നാണ്. സത്യത്തിൽ ആ സിനിമ ഒരുവിധം പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ആ ഇഷ്ടം വരാനുള്ള കാരണം അതിന്റെ മ്യൂസിക്കും അതിന് മുകളിൽ നിന്ന സിനിമയുടെ ലൊക്കേഷൻസുമാണ്. മൂകാംബികയാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. അവിടെ നിന്ന് കുടജാദ്രിയിലേക്കുള്ള യാത്രയും സിനിമയിൽ അടിപൊളിയായി ആരെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എടുത്തു വച്ചിട്ടുണ്ട്, വിത്ത് അടിപൊളി പാട്ടുകൾ. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള കുടജാദ്രി മൂകാംബിക സീസൺ എക്കാലത്തെക്കാളും തിരക്കുണ്ടായിരുന്ന ഒരു സീസൺ ആയിരുന്നു. സിനിമയില് ഡാൻസർ ശ്രീജയയുടെ ഇൻട്രോ കാണിക്കുന്ന ഒരു അമ്പലമുണ്ട്. അത് മൂകാംബിക അമ്പലത്തിലേക്ക് എൻട്രി ആകുന്നിടത്തൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന് തൊട്ടടുത്തുള്ള കാട് പിടിച്ചു കിടന്ന ഒരു കുഞ്ഞ് അമ്പലമായിരുന്നു. അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതിനെയാണ് ആർട്ട് ഡയറക്ടറായ നിമേഷ് താനൂർ അടിപൊളിയായി ക്രിയേറ്റ് ചെയ്ത് സിനിമയിൽ കാണുന്ന പോലെയാക്കി മാറ്റിയത്. കുറെ തൊട്ടിലൊക്കെ കെട്ടി കുറെ മണികളൊക്കെ തൂക്കി ഒരു കളർഫുൾ പരിപാടിയാക്കി അതിനെ മാറ്റി. ഇപ്പോ അവിടെ ഭയങ്കര തിരക്കാണ്. എന്തായാലേ ഒരു സിനിമ കൊണ്ടുണ്ടായ ഓരോ മാറ്റങ്ങൾ നാളെ ഇതൊരു ആചാരമായും മാറിയേക്കാം. ആനന്ദം, ഹംപി. രണ്ടായിരത്തി 16 മുതൽ ഇങ്ങോട്ട് കുറച്ചു കാലത്തേക്ക് സ്ഥിരം കോളേജ് ട്രിപ്പുകൾ എല്ലാം ഹംപിക്കായിരുന്നു. നമ്മുടെ ഐവിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ച വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയാണ്. അതിനൊരു കാരണവുമുണ്ട്. ആ കാരണമാണ് ആനന്ദം. സിനിമയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഹംപിയിൽ തന്നെയാണ്. ഹംപിയെ കുറിച്ച് പലരും കേട്ട് കാണുമെങ്കിലും അതിന്റെ ഭംഗിയെ ഇത്രയും അടിപൊളിയായി നമ്മൾ മുന്നിലേക്ക് എത്തിച്ചത് ആനന്ദം തന്നെയാണ്. സ്ഥലത്തിന്റെ ചരിത്രവും അതിന്റെ പ്രത്യേകതകളും ഒക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഏതൊരു യാത്രാപ്രേമിയുടെയും കൺട്രോൾ പോകും. സ്വാഭാവികം. അനാർക്കലി, ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് എപ്പോഴും ടൂറിസ്റ്റുകളെ ഒത്തിരി അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. 2014 റിലീസായ മോസയിലെ കുതിരമീനുകൾ കണ്ടപ്പോൾ മുതൽ പലർക്കും ലക്ഷദ്വീപ് എന്തായാലും ഒരിക്കലെങ്കിലും പോകണമെന്ന് തോന്നിപ്പിച്ച ഒരു സ്ഥലമായിരിക്കും. ഒരു ദിവസം തൊട്ടടുത്ത വർഷം, അതായത് 2015 അനാർക്കലി കൂടി വന്നതോടെ പലരുടെയും ആ തോന്നല് ലക്ഷദ്വീപിലാണ് ചെന്ന് നിന്നത്. പൃഥ്വിരാജ് ദ്വീപിലേക്ക് എത്തിയ ശേഷം സുരേഷ് കൃഷ്ണയാണ് പുള്ളിയെ താമസ സ്ഥലത്തേക്ക് ബൈക്കിൽ കൊണ്ടുപോയി വിടുന്നത്. ആ സമയത്ത് സുരേഷ് പൃഥ്വിയോട് സംസാരിക്കുന്നത് മൊത്തം ദ്വീപിനെ കുറിച്ചും അതിന്റെ ഹിസ്റ്ററിയെ കുറിച്ചുമൊക്കെയാണ്, വിത്ത് അടിപൊളി ദ്വീപിന്റെ വിഷ്വൽസും. അതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ആർക്കായാലും ഒന്ന് അവിടം വരെ പോയി നോക്കാൻ തോന്നും. ഇലവീഴ പൂഞ്ചിറ. കോട്ടയത്തുള്ള ഒരു സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ, അല്ലെങ്കിൽ കോട്ടയം ഇടുക്കി ബോർഡർ എന്നൊക്കെ പറയാം. ഇവിടെയുള്ള പോലീസ് ഹെഡ് പോസ്റ്റില് ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരാണ് നിതീഷ് ജിയും ഷാജി മാറാടും. ഇവരിരുവരും ചേർന്ന് ആ സ്ഥലത്തെ ഒരു പ്രധാന ക്യാരക്ടറാക്കി ഒരു സ്ക്രിപ്റ്റ് എഴുതി. അതാണ് ഇലവീഴ പൂഞ്ചിറ. സിനിമ ഇറങ്ങിയതോടെ ആ സ്ഥലവും കൂടുതൽ ചർച്ചയായി. ആളുകൾ മല കയറി. സിനിമ വർക്കാക്കുന്നതിൽ ലൊക്കേഷൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അങ്ങനെ ഒരു സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമ തന്നെ ഇല്ല എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി. എനിക്ക് പക്ഷേ ആ സിനിമ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാനല്ല, അബദ്ധത്തിൽ പോലും അങ്ങോട്ടൊന്നും പോകാൻ ഇടവരുത്തരുതേ എന്നാണ് തോന്നിയത്. കാരണം ആ സ്ഥലത്തിന്റെ അപകടം എന്താണെന്ന് ഷോക്കിംഗ് ആയി തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒറ്റ ഇടിവെട്ടിന് ആള് ഡയറക്റ്റ് തീർന്നു പോകും. അതുകൊണ്ട് പോകുന്നവരൊക്കെ സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. പിന്നെ ഇലവിഴ പൂഞ്ചിറ സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുപോകണം കേട്ടോ. കിടിലൻ ത്രില്ലർ പടമാണ്. ഇനി ഓർഡിനറി, ഗവി. ഓർഡിനറി എന്ന സിനിമയിലെ കിടിലൻ കാഴ്ചകൾ സഞ്ചാരികളെ ചെറുതായൊന്നും അല്ല പ്രൊവോക്ക് ചെയ്തത്. അങ്ങോട്ടൊന്ന് പോയേ പറ്റുമെന്ന മൂഡിലാണ് പലരും ഓർഡിനറി എന്ന സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടു തീർത്തു. ഒരു ബസ് മാത്രം ഓടുന്ന ഗവിയെ പറ്റി മാതൃഭൂമിയിൽ വന്നൊരു ആർട്ടിക്കിളാണ് ഈ സിനിമയുടെ ബേസിക് ഐഡിയ. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്ന ഒരേ ഒരു KSRTC ബസ്സും അതിലെ സ്ഥിരം യാത്രക്കാരുടെയും കഥ സിനിമയായി. ഓർഡിനറി ഇറങ്ങിയതോടെ ഗവി കൂടുതൽ യാത്രക്കാരിലേക്ക് എത്തി. ഗവിയുടെ കഥയാണ് സിനിമ പറയുന്നതെങ്കിലും ഗവിയില് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് പ്രധാന കാരണം അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സോ സിനിമയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും വാഗമൺ വെച്ചാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. വാഗമണ്ണാണ് ഷൂട്ട് നടന്നതെങ്കിലും ഓർഡിനറി കാരണം ഗവിക്ക് കിട്ടിയത് ഗംഭീര റീച്ചാണ്. സിനിമ ഇറങ്ങിയ ശേഷം വാർത്തകളായും യാത്രാ വിവരണങ്ങളായും ഒക്കെ ടിവിയിലും യൂട്യൂബിലും ഒക്കെ ഗവി നിറഞ്ഞു. അതോടെ ഗവിയിൽ ആളും നിറഞ്ഞു. പക്ഷേ സിനിമ കണ്ട് ഗവിക്ക് വിട്ടവർ ഒന്ന് ഞെട്ടി. കാരണം സിനിമയിൽ ഗവിയാണെന്ന് പറഞ്ഞ് കാണിച്ചിരുന്ന പല സ്ഥലങ്ങളും ആ പ്രദേശത്തെ ഇല്ലായിരുന്നു. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. മഹേഷിന്റെ പ്രതികാരം, ഇടുക്കി. മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയുടെ ഒരു ബേസിക് ഐഡിയ ഒരു റിയൽ ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. ആ കഥയെ പറ്റിയുള്ള ദിലീഷ് പോത്തന്റെയും ശ്യാം പുഷ്കറിന്റെയും ചിന്തകൾ ചെന്ന് നിന്നത് ഇടുക്കി പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഈ കഥ പറഞ്ഞാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നൊരു തോന്നലാണ്. ആ തോന്നൽ കറക്റ്റായി. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ സിനിമ ഷൂട്ട് നടന്നിരുന്ന പോലെ ഇടുക്കി അങ്ങനെ സിനിമ ലൊക്കേഷൻസ് ആകാറില്ല പൊതുവെ. തൊടുപുഴയൊക്കെ വല്ലപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ പ്രകാശൊക്കെ പോലത്തെ ഇടുക്കിയിലെ സ്ഥലങ്ങൾ ആദ്യമായി ആളുകൾക്കിടയിൽ ഇങ്ങനെ പോപ്പുലർ ആക്കിക്കൊണ്ട് സിനിമയിൽ വരുന്നത് മഹേഷിലൂടെയാണ്. അതിന്റെയൊക്കെ ആ ഒരു ഫ്രഷ്നെസ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഇടുക്കിക്കാരുടെ ദേശീയ ഗാനവും മഹേഷിലെ ഇടുക്കി പാട്ടാണ്.
ആ പാട്ട് കണ്ടാൽ മാത്രം മതി ആർക്കും ഒന്ന് ഇടുക്കിയിൽ പോയി കറങ്ങി വരാൻ തോന്നും. അല്ലെങ്കിൽ മഹേഷ് തോന്നിപ്പിക്കും. ബിഗ് ബി വീട്. ബിഗ് ബി എന്ന സിനിമ ഉണ്ടായത് കൊണ്ട് മാത്രം ഇത്രയും പോപ്പുലറായി മാറിയ ഒരു ലൊക്കേഷനാണ് ഈ വീട്. അതിപ്പോ അറിയപ്പെടുന്നത് തന്നെ ബിഗ് ബി വീട് എന്ന പേരിലാണ്, അല്ലെങ്കിൽ ബിലാലിന്റെ വീട് എന്ന പേരിലാണ്. സിനിമ തുടങ്ങുന്നത് തന്നെ മേരി ടീച്ചറുടെ ഈ വീട്ടിൽ നിന്നാണ്. മേരി ടീച്ചർ കോൾ ചെയ്യുന്നതും അതിനുശേഷം വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും അവിടെ വെച്ച് കൊല്ലപ്പെടുന്നതുമൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോയ വിഷ്വൽസ് ആണ്. പിന്നെ നമ്മുടെ ബിലാൽ സ്ലോ മോഷനിൽ ആ പടി ഇറങ്ങി വരുന്ന ഒരു വരവ്, അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു. അങ്ങനെ ആ വീടും ആ സ്റ്റെപ്പും ഒക്കെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു. സാറേ ജോർജ്, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. സോ ഇപ്പോ ഫോട്ടോ വെച്ച് വരുന്ന ആരും ബിഗ് ബി വീട് കാണാതെ തിരിച്ചു പോകാറില്ല. സിനിമ ഇറങ്ങി 15 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇന്നും വെറുതെ ആ വഴി എപ്പോ പോയാലും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ നിൽക്കുന്ന ഒരു 10 പേരെയെങ്കിലും നമുക്ക് ആ വീടിന് മുന്നിൽ കാണാം. അപ്പോ ഇതൊക്കെയാണ് സിനിമകളിലൂടെ പോപ്പുലറായി മാറിയ ചില ലൊക്കേഷൻസ്. ഇതുപോലെ സിനിമ കണ്ട് നിങ്ങൾ പോയിട്ടുള്ള ലൊക്കേഷൻസ് അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് കമന്റിൽ പറയുക. അപ്പൊ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.